നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഒന്ന് നിർത്തിയിട്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കുകയാണോ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പോൾ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും എൻ്റെ ഗോളിലോട്ടോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഞാൻ ചിന്തിച്ച കാര്യത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കുമെന്ന് ചിന്തിച്ച് നോക്കി. ഒരു സെക്കൻഡ് തരാം, ഒരു 3 സെക്കൻഡ് തരാം. 1, 2, 3. ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്ക് എന്താണ് കിട്ടിയെന്ന് നിങ്ങളൊന്ന് മനസ്സിലോർത്തുകയെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ശരിയായ വഴിയിലേക്കാണോ നിങ്ങൾ പോകുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് സത്യത്തിൽ നമുക്കറിയില്ല. ദൈവം നമ്മോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതാണ് ശരിയായ വഴിയെന്ന്. നമ്മൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും കണ്ടെത്തുന്നത്. നമ്മുടെ വഴികളും തീരുമാനങ്ങളും നമ്മുടെ ഭാവിയും എല്ലാം നമ്മൾ തന്നെയാണ് സത്യത്തിൽ തീരുമാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾക്കായി തീരുമാനിക്കുന്നത്. നമ്മൾ തീരുമാനിക്കുന്നതെല്ലാം സമൂഹം പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിന്തിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. താരതമ്യമാണ്. പലരും വിജയിച്ചാലും സന്തോഷമുണ്ട്, കാരണം അത് അവരുടെ ജീവിതമാണ്. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്കെന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് വേണ്ടത്, ഈ കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്, ഭാവിയിലേക്ക് ഞാൻ ഇതാണ് എൻ്റെ പാഷൻ, ഈ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? എന്തെങ്കിലും ചിന്തിച്ചിട്ട് അങ്ങനെ നേടിയെടുത്തിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരം നമ്മൾ അറിയുന്നില്ല. ജീവിതം അങ്ങനൊരു മത്സരമൊന്നുമല്ല. നമ്മൾക്ക് വേണ്ടി തന്നെ ഒരു മത്സരിക്കുന്ന ഒരു റേസിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു സത്യം പറഞ്ഞ ഒരു യാത്ര പോലെയാണ്. നമ്മളിത് ഒരു റേസായി മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ നോക്കി നമ്മൾ ഓടുകയല്ല ചെയ്യേണ്ടത്. നമ്മളോട് തന്നെ ഒരു റേസ് വെച്ചിട്ട് നമ്മൾ ഓരോ ഗോൾസിന് വേണ്ടി ഓടി തോപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവനെന്ത് നേടി, അവളെന്ത് നേടി, അവൾ എത്ര മുന്നിലാണ്, അവൻ നിങ്ങളെപ്പോലെ ആണോ, അല്ലെങ്കിൽ അവനേക്കാൾ മുന്നിലാണോ ഞാൻ, ഇതാണോ റിയൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്? സത്യത്തിൽ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ജീവിതത്തിലെ യഥാർത്ഥ റിയൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്, ജീവിതത്തിലെ 2 തരത്തിലുള്ള ആളുകളാണുള്ളത് കൂടുതലായിട്ടും. ഒരാൾ എനിക്ക് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്, ഒരാൾ എനിക്ക് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇനി രണ്ടാമത്തെ കൂട്ടർ ആരാണെന്ന് ചോദിച്ചാൽ, അവർ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാറില്ല, എനിക്ക് ശ്രമിക്കാം എന്ന് കരുതുന്ന ആൾക്കാരാണ്, എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരാണ് സത്യത്തിൽ ഈ വിജയം നേടുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അവർ ഒരിക്കലും പ്രതീക്ഷ കൈവിടാറില്ല, അവരൊരിക്കലും കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കില്ല, ഒരിടയ്ക്ക് ബ്രേക്ക് പിടിക്കില്ല. ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവർ തുടങ്ങുന്നവരാണ് സത്യം പറഞ്ഞ് ജയിക്കുന്നത്. പെർഫെക്റ്റ് ആവേണ്ടതെന്ന് നിർബന്ധമൊന്നുമില്ല, ഇംപെർഫെക്റ്റായിട്ട് നമുക്ക് തുടങ്ങാം, കുഴപ്പമില്ല. ഈ പെർഫെക്റ്റ് ആവുന്ന എപ്പോഴാണ്? അതൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ്, പലപ്പോഴായിട്ട് നമ്മൾ വീണ് പോകുമ്പോഴാണ്. അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നിങ്ങളെ ആരും തടയുന്നുമില്ല, ആരും തടയാൻ വരില്ല. ഒരിക്കലും നിങ്ങളെ ബാക്കിൽ നിന്ന് വലിക്കാനൊന്നും നോക്കത്തൊന്നുമില്ല. നിങ്ങൾ പറയും അവർ ചോദിക്കുന്നു, ഇവർ ചോദിക്കുന്നു, നാട്ടുകാർ ചോദിക്കുന്നു, എന്ന് ചോദിക്കുന്നു. അതങ്ങനെയൊന്നുമില്ല. അത് നിങ്ങളെ തളർത്താനായിട്ട് ആരും സത്യത്തിൽ വരുന്നതല്ല. ഓരോ കാര്യങ്ങൾ നിങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇത് പണിഷ്മെൻ്റൊന്നുമല്ല, ഒരു പ്രിപ്പറേഷൻ പോലെയാണ്. പലപ്പോഴും പല ആൾക്കാരും നമ്മളെ ചോദിക്കും. ആ ചോദ്യമൊക്കെ നമ്മളെ ഓരോ സ്റ്റെപ്പിംഗ് സോണായിട്ട് നമ്മൾ കണ്ടേ പറ്റൂ. ഓരോന്നും നമ്മുടെ ചവിട്ടുപടിയാണ്. നമ്മുടെ ജീവിതം എല്ലാം ഒരേ ആൾക്കാർ തന്നെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ കരുതരുത്. ആ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഡിസൈൻ ചെയ്തത് ആ ഡിസൈനറുടെ കഴിവ് മാത്രമല്ല, ആ ഡിസൈൻ ചെയ്ത ആൾ നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ട്രഗിള്, നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടി കൂടുതലായിട്ട് നമ്മൾ ചെയ്യണം. നമ്മുടെ ഒരു സേഫ് സോണിൽ നിന്ന് ഒരിക്കലും കളിക്കരുത്. നിങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിലല്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ വളരുന്നത്. അതൊരു കംഫർട്ട് സോണിന് പുറത്തേക്ക് നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ സേഫ് സോൺ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഡേഞ്ചറായിട്ടുള്ള ഏരിയ അല്ല. ഡേഞ്ചറായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴാണ്. അവിടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. ആ മൈൻഡ് സെറ്റിന് പുറത്ത് കിടക്കുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവും, ഗ്രോത്ത് വരും. അതിലൂടെ നമുക്ക് ബിലീവ് ഉണ്ടാവും, മിറാക്കിൾ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരും, ഇത് നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിന് പുറത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഇതിന് പുറത്തേക്ക് എവിടെയാണ്? ഇതിന് പുറത്തേക്കെന്ന് പറയുന്നത് കംഫർട്ട് സോണിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വിജയം വലിയതായിരിക്കും. നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിൽ
വിജയിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വവും വിജയിച്ച് കഴിയുമ്പോഴേ പല ആൾക്കാരുടെയും ഉത്തരവാദിത്തമായിട്ട് മാറും. വിജയിച്ച് കഴിയുമ്പോഴും പല പല ആൾക്കാരും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരും. പല ആൾക്കാരും ഞാനാണ് നിങ്ങളെ സഹായിച്ചത്, അതിനെ മറന്നു പോകരുത് എന്ന് പറയും. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരും. പക്ഷേ ആക്ച്വലി ഈ വിജയത്തിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോണ് ഇവരായിരിക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുറ്റം പറയുന്നുണ്ടാവും, നിങ്ങളെ പല കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിസ്കറേജ് ആയിരിക്കും സത്യത്തിൽ നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് പിന്നീട് നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴത്തേക്കും അവരാണ് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയാൻ അവർ തന്നെ കാണും. പക്ഷേ അവർ കുറ്റം പറഞ്ഞതായിട്ട് അവർ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ ഓരോ ദിവസവും ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ദിവസവും 1% ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഒരു ദിവസം അത് വലിയ മാറ്റമാവും. നിങ്ങൾക്കെല്ലാം അറിയേണ്ടതില്ല, പക്ഷേ തുടങ്ങണം. നിങ്ങളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആക്ഷൻ ആദ്യം എടുക്കുക. കോൺഫിഡൻസ് വരും. നിങ്ങൾക്ക് ഫിയർ ഉണ്ടെങ്കിൽ ഫേസ് ചെയ്യുക, ഫിയർ കുറയും. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, ക്ലാരിറ്റി വരും. ഇത് സിമ്പിളാണ്, പക്ഷേ നമ്മൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ കമ്പയർ ചെയ്യരുത്, അപ്രിഷ്യേറ്റ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, സക്സസ് ഉണ്ടാക്കുക. അത് ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു ജേണിയാണ്. അത് വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെത്തുന്ന ഓരോ ലെവലിലും പുതിയ ചാലഞ്ചസ് ഉണ്ടാകും. അതുകൊണ്ട് എൻജോയ് ദ പ്രോസസ്സ്. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കും, പക്ഷേ എത്ര ദൂരമാണ് നിങ്ങൾ വന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് പ്രൗഡ് ഫീൽ ചെയ്യും. നിങ്ങൾ എത്ര വലിയ മുകളിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തുടങ്ങാതിരുന്നാൽ അത് നിങ്ങളെ ഉറപ്പായിട്ട് റിഗ്രറ്റിലേക്ക് കൊണ്ടെത്തിക്കും. ജീവിതത്തിൽ ബിഗ്ഗസ്റ്റ് പെയിൻ അതായിരിക്കും. ഫെയിലിയർ അല്ല, റിഗ്രറ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾ വിജയിക്കാൻ, ട്രൈ ചെയ്യാതിരുന്നാൽ നിങ്ങൾ ഓൾറെഡി തോറ്റതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ തുടങ്ങുക. ചെറിയൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വലിയൊരു തീരുമാനമായിരിക്കും, വലിയൊരു ചേഞ്ച് ആയിരിക്കും, വലിയൊരു സ്റ്റെപ്പിലേക്കുള്ള തുടക്കമായിരിക്കും. നിങ്ങൾ കഴിയും. നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ ശ്രമിച്ചാൽ, നിങ്ങൾ നിർത്താതെ പോയാൽ നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല. നിങ്ങൾക്കൊരു പൊട്ടൻഷ്യലുണ്ട്, നിങ്ങൾക്കൊരു പവറുണ്ട്, നിങ്ങൾക്ക് ആ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഷോർട്ടാണ്, പക്ഷേ മീനിങ് ആക്കുന്നത് എങ്ങനെയാണ്? അത് ഇതുപോലെയാണ്. പവർഫുള്ളായിട്ട് ചിന്തിക്കുക, പവർഫുള്ളായിട്ട് പ്രവർത്തിക്കുക, അൺഫോർഗബിളായിട്ട് ഒരു ലൈഫ് കൊണ്ടെത്തിക്കുക. നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ ജീവിക്കണം. ഇപ്പോൾ തന്നെ ജീവിക്കുക. സ്റ്റേ ഫോക്കസ്.